നമസ്കാരം. ഇന്നത്തെ വിഷയവും വളരെയധികം ആനുകാലിക പ്രസക്തമാണ്. ഞാൻ എല്ലാ ദിവസവും ഒരു 10 പ്രാവശ്യമെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞ് ദേഷ്യപ്പെടാറുണ്ട് എൻ്റെ പേഷ്യൻസിനോടും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും. അതുകൊണ്ട് തന്നെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കും നിങ്ങൾക്ക്, അത് യാതൊരു സംശയവുമില്ല. എനിക്ക് കൊളസ്ട്രോൾ കൂടുതലാണ്, എനിക്ക് LDL കൂടുതലാണ്, ടോട്ടൽ കൊളസ്ട്രോൾ കൂടുതലാണ്, ട്രൈഗ്ലിസറൈഡ് കൂടുതലാണ്. ഇങ്ങനെ ഓരോ ദിവസവും എനിക്ക് വളരെയധികം മെസ്സേജസ് അതല്ലെങ്കിൽ ഫോണില് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ എത്രയോ വർഷമായിട്ട് ഈ കൊളസ്ട്രോളിനെ കുറിച്ച് വളരെയധികം പഠിക്കുകയും അതിന്റെ ഗുണഫലങ്ങളും ദോഷവശങ്ങളും ഒക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? എന്നും എത്രയോ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടിയും എനിക്കറിയില്ല, എല്ലാവരും വീണ്ടും വീണ്ടും അവർക്ക് സംശയമാണ്. ഈ സംശയം ഇന്നത്തത് ഈ ഒരു വീഡിയോയോടുകൂടി മാറണം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്ന് വളരെ വിശദമായിട്ട് ഈ വീഡിയോ ഇടുന്നത്. കൊളസ്ട്രോൾ ഉള്ള ഭക്ഷണമാണ് മുട്ടയുടെ മഞ്ഞ അല്ലേ? അപ്പൊ മുട്ടയുടെ മഞ്ഞ, അതുപോലെ തന്നെ നെയ്യ്, അതുപോലെ വെളിച്ചെണ്ണ, ഈ 3 ഭക്ഷണ സാധനങ്ങളെയാണ് നമ്മൾ ഇന്ന് ഇതിന്റെ വിശദാംശത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. വളരെ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാം. ഇത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുമോ, സ്ട്രോക്ക് ഉണ്ടാക്കുമോ, രക്തക്കുഴലുകൾ അടച്ചു കളയുമോ, എന്താണ് ഇതിന്റെ യഥാർത്ഥ സത്യം എന്നുള്ളത് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കും. അപ്പം ആദ്യം നമുക്ക് മുട്ടയെ തന്നെ എടുക്കാം. ഈ മുട്ട എന്ന് പറയുന്നത് സത്യം പറഞ്ഞാല് എത്ര നല്ലൊരു ഭക്ഷണം ഈ ലോകത്തില്ല എന്ന് തന്നെ പറയാം. ലോവസ്റ്റ് ഗ്ലൈസമിക് ഇൻഡെക്സ് 0 ആണ് ഗ്ലൈസമിക് ലോഡ്. നിങ്ങൾ ആലോചിക്കണം, ഇങ്ങനെ അഥവാ ഒരു ഫുൾ മീലാണ്, അതൊരു പരിപൂർണ സമ്പൂർണ്ണ ഭക്ഷണമാണ് മുട്ട. ഒരു മുട്ട കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് വേണ്ട ഓൾമോസ്റ്റ് എല്ലാ പോഷകങ്ങളും അതിനകത്ത് കിട്ടും. അതിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് സത്യം പറഞ്ഞ ഇത്ര അത്ഭുതങ്ങളുടെ ഒരു കലവറയാണ് മുട്ട. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കഴിക്കാനോ എന്ത് രുചിയുമാണ് അല്ലേ? അപ്പൊ ഇതില് നമ്മള് എന്തുകൊണ്ടാണ് ഞാനിപ്പോ ഈ മുട്ടയെ ഇത്ര പൊക്കി പറയുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന പോഷകങ്ങളെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് പഠിക്കാം. എന്തൊക്കെയാണ് മുട്ടയിൽ ഉള്ളത്? പ്രധാനമായിട്ട് ഈ അന്നജം എന്ന് പറയുന്ന ഒരു വസ്തു അതിനകത്തില്ല. മനസ്സിലായോ? അന്നജം, കാർബോഹൈഡ്രേറ്റ് ഇല്ല. അത് തന്നെയാണ് ആ മുട്ടയെ ഏറ്റവും ഈ പറയുന്ന ഗ്ലൈസമിക് ലോഡിൽ 0 കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അന്നജം ഇല്ലാത്ത ഒരു ഭക്ഷണം എന്ന് പറഞ്ഞാല് ഇൻസുലിൻ വെളിയിൽ വരില്ല. ഇൻസുലിന് അനക്കമില്ല, ഒരു പണിയും ഇല്ല. ഇൻസുലിൻ അവിടെ ചുമ്മാതിരിക്കും, വളരെ ഡോർമെന്റ് ആയിട്ടിരിക്കും. നമുക്ക് ആ ഇൻസുലിൻ ഈ ഒരു രീതിയിൽ സെൻസിറ്റൈസ് ചെയ്ത് ഇരിക്കുന്നതാണ് നമുക്ക് നല്ലത്. ഇൻസുലിൻ ഇങ്ങനെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ഇൻസുലിൻ ചാടി വരുന്നത് നല്ലതല്ല. അങ്ങനെ ഓവർഫ്ലോ ഓഫ് ഇൻസുലിൻ നമുക്ക് നല്ലതല്ല. ഇൻസുലിൻ ഡോർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ആണ്, അറ്റ് ദ സെയിം ടൈം കൂടുതലായിട്ട് അതിന്റെ ഇൻഫ്ലോ ഉണ്ടാവത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭക്ഷണം, അത് തന്നെ ബാക്കി എല്ലാ പോഷകങ്ങളും ഉണ്ട്. അതാണ് അതിന്റെ രസം. ഈ അന്നജമാണല്ലോ ഇപ്പൊ വില്ലൻ. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അറിയാം, ഈ അന്നജം കൊണ്ടാണല്ലോ നമുക്ക് പ്രമേഹം വരുന്നത്, അന്നജം കൊണ്ടാണല്ലോ അമിതവണ്ണം വരുന്നത്, അന്നജം കൊണ്ടാണല്ലോ ഫാറ്റ് ലിവർ വരുന്നത്, അന്നജം കൊണ്ടാണല്ലോ PCOD ഉണ്ടാവുന്നത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം തന്നെയും ഇവിടെ 0 ആണ്. ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ ശരീരത്തിന് വേണ്ട എല്ലാ പോഷകങ്ങളും കിട്ടുക വഴി ശരീരത്തിന് കൂടുതൽ ഊർജവും ഉന്മേഷവും ആരോഗ്യവും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഭക്ഷണം. അപ്പൊ ഇതിന്റെ മറ്റുള്ള ഘടകങ്ങൾ എന്താണ്, ഇതിന്റെ പോഷകവശങ്ങൾ എന്താണ്, ഇതിന്റെ ഔഷധ ഗുണങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു മുട്ട, ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഈ ഓർഗാനിക് എഗ്സ് ഒക്കെ ഉണ്ട്, അത് ഒരു 100 ഗ്രാമിന് മുകളിലുണ്ട് ഒരു മുട്ട. ഞാൻ ഇന്ന് ഒരു 5-6 മുട്ട എടുത്ത് വെച്ചപ്പോഴത്തേക്ക്, ഏകദേശം 5 മുട്ട വെച്ചപ്പോ തന്നെ അത് 600 ഗ്രാമിൽ കൂടുതലുണ്ട്. ഞാനത് എടുത്ത് നോക്കി, അത്രയ്ക്ക് വലിയ മുട്ടയാണ്. പിന്നെ ഇതിന് തീറ്റ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർ ഓർഗാനിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുത്താണ് തയ്യാറാക്കുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഓർഗാനിക് എഗ്സ് എന്ന് വലിയ ക്യാപിറ്റൽ ലെറ്ററിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ വാങ്ങുന്നത്. പിന്നെ ഇപ്പം നാടൻ മുട്ട കിട്ടാനും ഇല്ല. നാടൻ മുട്ടയാണെങ്കിൽ കുഞ്ഞു മുട്ടയാണ്. അതിന് കൊടുക്കുന്ന തീറ്റ കുറവായതുകൊണ്ട് അതിന് ചെറിയ മുട്ടയായിരിക്കും.
അപ്പൊ പിന്നെ അതിനകത്ത് ഈ മറ്റുള്ള ടോക്സിൻസ് ഒന്നും കാണത്തുമില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഏകദേശം ഒരു 100 ഗ്രാമുള്ള മുട്ടയില് 143 കലോറിയാണുള്ളത്. അത് വരുന്നതോ പ്രോട്ടീനകത്തുനിന്ന്. പ്രോട്ടീനാണ് 13 ഗ്രാം. നിങ്ങൾ വിചാരിക്കും ഈ വെള്ളക്കരുവിൽ മാത്രമാണ് പ്രോട്ടീൻ എന്ന്. അല്ല, മഞ്ഞക്കരുവിലും വളരെയധികം പ്രോട്ടീൻ ഉണ്ട്. 2.6 മില്ലിഗ്രാം പ്രോട്ടീനാണ് അതിനകത്ത് കിടക്കുന്നത്. നല്ല വെള്ളക്കരുവില് 4.5 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. പക്ഷെ ഈ 100 ഗ്രാമിനകത്ത് ഒരു മുട്ടയുടെ കാര്യമാണത്. 100 ഗ്രാം മുട്ടയാണെങ്കിൽ 13 ഗ്രാം പ്രോട്ടീനും 143 കലോറിയും. അതില് അതുപോലെ തന്നെ ഫാറ്റ് ഉണ്ട്, സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് 206 മില്ലിഗ്രാം കൊളസ്ട്രോൾ ഉണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് ഇതിനകത്ത് ഇതിനകത്ത് ഒരേ ദോഷവശം എന്ന് പറയാൻ നാരുകളില്ല. അതുപോലെ വൈറ്റമിൻ സിക്ക് പകരം പല ആന്റി ഓക്സിഡൻസ് ആണുള്ളത്. ലൂട്ടിൻ, അതുപോലെ തന്നെ സിയാസാന്തിൻ, അതുപോലെ തന്നെ സാന്തിൻ, ഇങ്ങനെയുള്ള വളരെ അപൂർവമായ ഔഷധ ഗുണങ്ങളുള്ള ആന്റി ഓക്സിഡൻസ് നമ്മുടെ കണ്ണിനും അതുപോലെ തന്നെ മുടിക്കും അതുപോലെ സ്കിന്നിനും ഒക്കെ ആവശ്യമായ ആന്റി ഓക്സിഡൻസിന്റെ കലവറയാണ്. അതോടൊപ്പം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസിന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ അത്ഭുതം വരും. എല്ലാം ഉണ്ട്. വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ. ഇത്രയും പോരെ? ഏകദേശം എല്ലാ വൈറ്റമിനുമായി. ഈ കോംപ്ലക്സിന്റെ ഒരു ശ്രേണി തന്നെയുണ്ട്. അതുപോലെ തന്നെയാണ് വൈറ്റമിൻ ഈ പറഞ്ഞ ബീറ്റ കരോട്ടിൻ, സാന്തിൻ, ഐസോസാന്തിൻ എന്ന് പറഞ്ഞ ആന്റി ഓക്സിഡൻസ് ഉണ്ട്. പിന്നെ മിനറൽസിന്റെ കാര്യം പറഞ്ഞാലോ, എന്റെ ദൈവമേ, ഇല്ലാത്ത മിനറൽസ് അപൂർവമാണ് ഇതിനകത്ത്. കാൽസ്യം ഉണ്ട്, അയൺ ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, മാംഗനീസ് ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, സിങ്ക് ഉണ്ട്. പിന്നെ എന്ത് വേണം? ഇത്ര കൂടുതൽ മിനറൽസ് ഉള്ള വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോ ഏകദേശം രൂപം മനസ്സിലായല്ലോ മുട്ടയുടെ. ഞാൻ ഈ പറയുന്ന ഇത്രയും ഹൈപ്പിൽ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇങ്ങനെ ഒരു മുട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിന് ഏറ്റവും ചീപ്പായിട്ട് ഏറ്റവും എളുപ്പത്തിൽ പോഷകങ്ങളൊക്കെ കിട്ടാൻ മുട്ടയെ കഴിഞ്ഞ് വേറെ ഒരു ഭക്ഷണ സാധനത്തിനും പറ്റില്ല. അതിന് യാതൊരു സംശയമില്ല. എന്നിട്ടാണ് ഈ പാവത്തിനെ പിടിച്ച് പ്രതിക്കൂട്ടിക്കയറ്റി നിർത്തിയിരിക്കുന്നത്. മുട്ട കഴിക്കരുത്, മുട്ടയുടെ. അത് ഏറ്റവും രസം എന്ന് പറഞ്ഞാല് ഇതിന്റെ മഞ്ഞക്കരുവിലാണ് ഇത് മുഴുവനും ഇരിക്കുന്നത്. ആ വെള്ളക്കരുവില് നിങ്ങൾ ഓർക്കണം, വെറും ആൽബുമിൻ പ്രോട്ടീൻ മാത്രമാണ് വെള്ളക്കരുവിലുള്ളത്. ബാക്കി മുഴുവൻ ഈ പറഞ്ഞ വൈറ്റമിൻസ് ആവട്ടെ, മിനറൽസ് ആവട്ടെ, ആന്റി ഓക്സിഡൻസ് ആവട്ടെ, എല്ലാം തന്നെയും മഞ്ഞക്കരുവിലാണ് ഇരിക്കുന്നത്. എന്താ പോരെ പൂരം എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം എല്ലാവരും വെള്ളക്കരു എടുത്ത് കഴിച്ചിട്ട് മഞ്ഞക്കരു എടുത്ത് കളയുകയോ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുക, അല്ലെങ്കിൽ ജോലിക്ക് വരുന്നവർക്ക് കൊടുക്കും. ആലോചിച്ച് നോക്കുക, എത്ര വിഡ്ഢിത്തമാണ് ഈ കാണിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കൊളസ്ട്രോളിനെ പിടിച്ച് പ്രതിക്കൂട്ടി കയറ്റി നിർത്തി അലക്കി തേച്ച് വെയിലത്തിട്ടിരിക്കുന്നെന്ന് ഞാൻ പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. മനസ്സിലായോ? അതാണ് ഇവിടുത്തെ വിഷയം. ഞാന് പഠിക്കുന്ന കാലത്തൊക്കെ കൊളസ്ട്രോള് കുഴപ്പക്കാരനായിരുന്നു. എന്ന് പറഞ്ഞാൽ അന്ന് ഈ ഇതിനെ കുറിച്ചുള്ള സ്റ്റഡീസ് വേറൊരു തലത്തെ ആയിരുന്നു. കാരണം കൊളസ്ട്രോള് കുഴപ്പക്കാരനാണെന്ന് എന്നുള്ള ഒരു ചിന്താഗതി അന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പോഷകശാസ്ത്രം വളരെയധികം പുരോഗമിച്ചതിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ എല്ലാ കാര്യങ്ങളും വെളിച്ചത്തായി. കൊളസ്ട്രോൾ ഈസ് നോട്ട് അറ്റ് ഓൾ എ ഫുഡ് ഓഫ് കൺസേൺ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഇപ്പം അതനുസരിച്ചുള്ള ഒരു പ്രവർത്തനങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ വെസ്റ്റേൺ കൺട്രീസിൽ നന്നായിട്ട് നടക്കുന്നുണ്ട്. അവിടെ കൊളസ്ട്രോള് പ്രതിക്കൂട്ടിലല്ല. അതുകൊണ്ട് തന്നെയും അവിടെ കൊളസ്ട്രോൾ അടങ്ങിയ ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കാമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് കൊളസ്ട്രോൾ പ്രതിക്കൂട്ടിലാകാതിരുന്നത്? നിങ്ങൾ ആലോചിക്കണം. BP ആവട്ടെ, ഷുഗർ ആവട്ടെ, നമുക്ക് ഈ പറയുന്ന അമിതവണ്ണമാവട്ടെ, ഫാറ്റി ലിവർ ആവട്ടെ, ഇതിനൊക്കെ കാരണക്കാരൻ പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞ അന്നജമാണെന്ന് അറിയാമല്ലോ. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ഭാഗമായിട്ട് നമ്മുടെ കോശങ്ങൾക്കകത്ത് കൊഴുപ്പടിഞ്ഞു കൂടുകയും അങ്ങനെയാണ് ഈ അസുഖങ്ങളൊക്കെ വരുന്നത്. എല്ലാം രക്തക്കുഴലൊക്കെ അടയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ അവിടെയാണ് കിടക്കുന്നത്. എന്നിട്ടാണ് പാവം ഈ കൊളസ്ട്രോളിനെ വിളിക്കുന്നത്. കൊളസ്ട്രോളിന് നമുക്ക് എന്ത് കാര്യങ്ങൾക്കാണ് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ വേണ്ടാത്തത്?
ഈ എല്ലാ കോശങ്ങളിലും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ആണ് കൊളസ്ട്രോളിനുള്ളത്. തല മുതൽ തുടങ്ങാം. തലച്ചോറിന്റെ ഏകദേശം 30% കൊളസ്ട്രോൾ ഇട്ടാണ് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അത് കഴിഞ്ഞ് നമ്മുടെ മുടിക്ക് അവിടെയും കൊളസ്ട്രോൾ വേണം. അത് കഴിഞ്ഞ് കണ്ണിന്റെ റോഡ്സ് ആൻഡ് കോൺസിന് കൊളസ്ട്രോൾ വേണം. നമ്മളുടെ സ്കിൻ നന്നായിട്ടിരിക്കണമെങ്കിൽ കൊളസ്ട്രോൾ വേണം. സ്കിന്നിന്റെ ആവരണമില്ലേ, ഓരോ കോശങ്ങളുടെ, നമ്മുടെ 80 ട്രില്യൺ സെൽസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. അപ്പൊ അതിന്റെയൊക്കെ ഓരോ ആവരണത്തിനും കൊളസ്ട്രോൾ വേണം. അതുപോലെ അതിനകത്തിരിക്കുന്ന ന്യൂക്ലിയസിന്റെ ആവരണം, അതിന് കൊളസ്ട്രോൾ വേണം. നമ്മളുടെ ജോയിന്റ്സിനും ബോൺസിനും ഒക്കെ തന്നെ ആരോഗ്യം കിട്ടാൻ ഇതിന്റെ ഒരു എന്താ പറയുക, ഒരു ബോണ്ടിങ്ങിന് കൊളസ്ട്രോൾ വേണം. എല്ലാ സെൽസിന്റെയും പ്രവർത്തനത്തിന് കൊളസ്ട്രോൾ വേണം. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ ഒത്തിരി ഹോർമോൺസ്, എൻസൈംസ്, വൈറ്റമിൻ ഡി, ഇവയെല്ലാത്തിന്റെയും ഫോർമേഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഉൽപാദനത്തിന് കൊളസ്ട്രോൾ വേണം. എല്ലായിടത്തും കൊളസ്ട്രോളിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ശരീരത്തിൽ 1 ഗ്രാം മുതൽ 2 ഗ്രാം വരെ കൊളസ്ട്രോൾ നമ്മുടെ ഈ ലിവറിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ അതുപോലെ നമ്മൾ ഓരോ ഞരമ്പിന്റെയും ആവരണം, മയലിൻ ഷീത്ത് കൊളസ്ട്രോൾ ഇട്ടാണ് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെ ആവശ്യം കൊളസ്ട്രോളിൽ ഉള്ളത് കൊണ്ട്, ഇത്രയും ശരീരത്തിൽ കൊളസ്ട്രോളിന്റെ ആവശ്യകത ഉള്ളത് കൊണ്ടാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ ഇതിലൊരു എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, റേഷ്യോ ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ബാഡ് കൊളസ്ട്രോൾ. അത് നമ്മൾ ശ്രദ്ധിച്ചു പോവുക എന്നുള്ളതാണ് അതിനകത്ത്. ഏതാണ് നല്ല കൊളസ്ട്രോൾ? HDL. എന്നാൽ ഏതാണ് ചീത്ത കൊളസ്ട്രോൾ? ടോട്ടൽ കൊളസ്ട്രോൾ LDL അല്ല, ട്രൈഗ്ലിസറൈഡും VLDL. ഓക്കെ. അപ്പൊ ഈ വെരി ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീനും ട്രൈഗ്ലിസറൈഡുമാണ് വില്ലന്മാർ. അപ്പൊ അത് റേഷ്യോ ബിറ്റ്വീൻ, അപ്പൊ ഗുഡ് എന്ന് പറയുന്നത് HDL-ഉം ട്രൈഗ്ലിസറൈഡും VLDL-ഉം ബാഡ് കൊളസ്ട്രോൾസും ആണ്. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഈ ട്രൈഗ്ലിസറൈഡും VLDL-ഉം അതിനകത്ത് ഫാറ്റ് കണ്ടന്റ്, കൊഴുപ്പിന്റെ അംശം കൂടുതലായതുകൊണ്ട് അത് പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ രക്തക്കുഴലിനകത്ത്. അപ്പോ ഇതിനെ പറ്റിപ്പിടിക്കാതെ എടുത്തോണ്ട് പോകുന്ന ഏറ്റവും വലിയൊരു വാഹകനാണ് HDL, ഹൈ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ. അപ്പൊ ഈ HDL നമ്മുടെ ശരീരത്തിൽ കറക്റ്റ് ആയിട്ട് കൊടുത്താൽ മാത്രം മതി ഈ നിങ്ങൾക്ക് മുട്ട എത്ര വേണേലും കഴിക്കാം. അപ്പൊ അതിനാണ് ഞാൻ പറയുന്നത്. ഓർമ്മയുണ്ടോ നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിലിനെ? വെർജിൻ കോക്കനട്ട് ഓയിലും മുട്ടയും ഒരുമിച്ച് കഴിക്കണമെന്ന് ഞാൻ പറയാറില്ലേ? അപ്പൊ അത് രണ്ടും ആ ഒരു കോമ്പിനേഷനിൽ ഈ ഒരു വിഷയവും ഉണ്ടാവില്ല. കാരണം ഈ മുട്ടയ്ക്കകത്തിരിക്കുന്ന സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് അതിനകത്തുള്ളത്. അപ്പൊ അവിടെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റും ഉണ്ട്, എങ്കിലും സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലാണ്, വളരെ കൂടുതലാണ്. അപ്പൊ അതിന് ഈ പറയുന്ന രീതിയിൽ, അതായത് പറ്റിപ്പിടി ട്രൈഗ്ലിസറൈഡും VLDL-ഉം ഉണ്ട്. അപ്പൊ അതിന് കുഴപ്പം വരാത്ത രീതിയിൽ എടുത്തോണ്ട് പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ആരെയും, നമ്മുടെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് അടങ്ങിയ നമ്മുടെ വെളിച്ചെണ്ണ. മനസ്സിലായോ? അപ്പൊ ഈ മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സ്, ഇതിന് വളരെ അപൂർവമായ സിദ്ധികൾ ഉള്ളതാണ് വെളിച്ചെണ്ണ. ഞാൻ ഈ പറഞ്ഞില്ലേ, ഇത് മൂന്നിനെ ഞാൻ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞു. അപ്പൊ വെളിച്ചെണ്ണയുടെ, അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണയ്ക്കകത്ത് സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് കൂടുതലും, എങ്കിലും അതിനകത്ത് മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിലിന്റെ പ്രസക്തി അതാണ്. ഞാൻ എപ്പോഴും പറയില്ല, ഭക്ഷണത്തിന്റെ LK ഡയറ്റ് പ്ലാൻ ആവട്ടെ, ഗ്രെയിൻ ഫ്രീ ഡയറ്റ് ആവട്ടെ, എല്ലാത്തിലും നമ്മൾ ഈ ഓർഗാനിക് വെർജിൻ കോക്കനട്ട് ഓയിൽ ചേർക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. എന്താണ്? ഈ ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ ഇത് പറ്റിപ്പിടിക്കുന്ന പ്രശ്നം അവിടെ വരുത്തില്ല. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെയും നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത, സ്ട്രോക്ക് വരാനുള്ള സാധ്യത, ആത്രോസ്ക്ലെറോസിസ് വരാനുള്ള സാധ്യത, കാലിലേക്കുള്ള രക്തഓട്ടം കൃത്യമായിട്ടുണ്ടാവാൻ ഒക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് അതെല്ലാം തന്നെയും ഇതില് ശരിയായി കിട്ടും. പിന്നെ നെയ്യുടെ കാര്യം, നെയ്യും അതുപോലെ തന്നെ വളരെ എന്താ പറയാ, അപൂർവമായ ഒരു വൈറ്റമിൻ നെയ്യുടെ അകത്തുണ്ട്. അതുപോലെ ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് വളരെ കൂടുതലാണ്, എങ്കിലും മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് അവിടെ ഉണ്ട്. നമ്മൾ നെയ്യ് കഴിക്കുമ്പോഴാവട്ടെ, വെളിച്ചെണ്ണ കഴിക്കുമ്പോഴാവട്ടെ, സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ടെങ്കിലും അതിനകത്ത് ഈ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉള്ളത് കൊണ്ട് അത് ശരീരത്തിന് ഏറെ ഗുണകരമാണ്. ഇതാണ് ഓർക്കേണ്ടത്, ഈ റേഷ്യോ. അതുകൊണ്ട് നിങ്ങൾ സാച്ചുറേറ്റഡ് ഫാറ്റ് ഇത്രയുണ്ടെന്ന് വിചാരിച്ച് പേടിക്കണ്ട. പക്ഷെ അതോടൊപ്പം അതിനെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഈ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉണ്ടെങ്കിൽ
ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയില്ല. കാരണം ഇത് എവിടെയും പറ്റിപ്പിടിച്ചിരിക്കില്ല. മനസ്സിലായോ? അതുപോലെ തന്നെ വൈറ്റമിൻ K2 കലവറയാണ് നമ്മുടെ നെയ്യ്. അതുകൊണ്ട് നെയ്യ് ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. വൈറ്റമിൻ K2 എന്ന് പറഞ്ഞാല് കാൽസ്യത്തെ രക്തത്തിൽ നിന്ന് ബോണിലേക്ക്, അതായത് നമ്മുടെ എല്ലിനകത്തേക്ക് കയറ്റി വിടുന്നത് വൈറ്റമിൻ K2 ആണ്. വൈറ്റമിൻ K2 സാന്നിധ്യം വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കാൽസ്യം എന്ന് പറയുന്നത് ഈ എത്രോസ്ക്ലെറോട്ടിക് പാച്ചിന്റെ ഒരു ഭാഗമാണ്. കാൽസ്യം, യൂറിക് ആസിഡ്, അതുപോലെ തന്നെ ഈ കൊളസ്ട്രോൾ. അപ്പൊ ഇങ്ങനെ ഈ കാൽസ്യത്തിനെ ഇതിനകത്ത് നിന്ന് മാറ്റിയാൽ തന്നെ ഈ ഒരു എത്രോസ്ക്ലെറോട്ടിക് പാച്ച് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അതങ്ങനെ ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഹാർട്ട് അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യാനായി ശരിക്കും നെയ്യ് സഹായിക്കും എന്ന് ആലോചിക്കണം. അപ്പൊ ഈ നെയ്യിനെയും അതുപോലെ തന്നെ വെർജിൻ കോക്കനട്ട് ഓയിലിനെയും അതുപോലെ ഈ മുട്ടയുടെ മഞ്ഞക്കരുവിനെയും നിങ്ങൾ പ്രതിക്കൂട്ടി കയറ്റി നിർത്തി ഇരിക്കുന്നതിന് ദയവ് ചെയ്ത് അതൊന്ന് ഒഴിവാക്കുക. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ കൂടുതലാണ് എന്ന് പറഞ്ഞ് കരയേണ്ട കാര്യമില്ല. ഇത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ഇതിന് വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെ ദയവ് ചെയ്ത് കൊളസ്ട്രോൾ കൂടുതലാണെന്ന് പറഞ്ഞ് എന്നെ വീണ്ടും വിളിക്കരുത്. അതുപോലെ തന്നെ എന്നും കൊളസ്ട്രോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കരുത്. മനസ്സിലായോ? അനാവശ്യമായിട്ട് മരുന്നുകൾ അധികം കഴിക്കാതെ നോക്കുക. ഇത് കഴിക്കാതെ നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാമല്ലോ. ഇപ്പൊ ഇങ്ങനെ എത്രയോ നല്ല ആഹാരങ്ങൾ ഈ രീതിയിൽ കഴിച്ചാല് നന്നായിട്ട്. പിന്നെ ഈ നല്ല കൊളസ്ട്രോൾ കൂടാൻ ഏറ്റവും എളുപ്പമുള്ള മറ്റൊരു മാർഗമുണ്ട്. വ്യായാമം, ഓട്ടം. നന്നായിട്ട് ഓടിയാൽ മതി. ശരീരത്തിൽ HDL പ്രൊഡ്യൂസ് ചെയ്യും, ഹൈ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ. മനസ്സിലായോ? അപ്പൊ നമ്മളുടെ ആഹാര രീതി മാത്രമല്ല, അതോടൊപ്പം ആന്റി ഓക്സിഡൻസ് നന്നായിട്ട് കൊടുക്കുകയും വേണം ശരീരത്തിൽ. അതിനാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഞാൻ പറയുന്നത്. അതോടൊപ്പം ആ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഇലക്കറികള്, മുരിങ്ങയില, നെല്ലിക്ക, അതുപോലെ തന്നെ ചെറുനാരങ്ങ, നമ്മുടെ തക്കാളി, ഇങ്ങനെയുള്ളതൊക്കെ നന്നായിട്ട് വൈറ്റമിൻ സിയും മറ്റുള്ള എല്ലാ പോഷകങ്ങളും കൂടെ ഇതിനോടൊപ്പം കൊടുത്തുകൊണ്ട് അങ്ങനെയുള്ളൊരു സമീകൃതമായ അല്ലെങ്കിൽ ഒരു നീഡ്ഫുൾ ആയിട്ടുള്ള ഒരു ഡയറ്റിംഗ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതില് ഇപ്പം ഒരു കാര്യം മനസ്സിലായല്ലോ, നമ്മളിവിടെ വില്ലൻ കൊളസ്ട്രോൾ അല്ല, അന്നജമാണ് എന്നുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിയുക. അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾ വെറുതെ ഈ ഒരു പാവത്തിന് പിടിച്ച് പ്രതികൂട്ടി കയറ്റി നിർത്തരുത് എന്ന് ഞാൻ വീണ്ടും പറയുന്നു. അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.